നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായതിനു ശേഷം വീണ്ടും മാർക്കറ്റ് റിവേഴ്സ് കയറാനും നിങ്ങൾ നേരത്തെ വച്ചതുപോലെ നിങ്ങളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്? അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നതിലും നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നതിലും വരുന്ന ഒരു അപാകതയാണ്. സ്റ്റോപ്പ് ലോസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ മണി മാനേജ്മെൻറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മണി മാനേജ്മെൻറ്റിൽ വരുന്നൊരു കാര്യമാണ് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് എങ്ങനെ വയ്ക്കണം, ടാർഗറ്റ് എങ്ങനെ വയ്ക്കണം എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണിത്. ഇത് ഞാൻ വെറുതെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറയണതല്ല. കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ എനിക്ക് പറ്റിയ അബദ്ധങ്ങളും അതിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളുമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം, എങ്ങനെ ടാർഗറ്റ് വയ്ക്കാം. കാരണം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെറുതെ വച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് എവിടെ വയ്ക്കണം, എങ്ങനെ വയ്ക്കണം എന്ന് ഞാൻ നിങ്ങൾക്ക് ചാർട്ടിലൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ആ സ്റ്റോപ്പ് ലോസ് വയ്ക്കണതിലും ആ ടാർഗറ്റ് വയ്ക്കണതിലും നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാകും. നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 ട്രെൻഡുകളെ കിട്ടാറ്. അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, മൂന്നാമത് സൈഡ് വൈസ് ട്രെൻഡ്. നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ട്രെൻഡ് നമ്മൾ മനസ്സിൽ കരുതും. ട്രേഡ് ചെയ്യുന്നതിന് മുൻപും നമ്മളൊരു പൊസിഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നിലും നമ്മൾ ഒരു ട്രെൻഡ് നമ്മൾ മനസ്സിൽ ആദ്യം കാണും. ശരിയല്ലേ? ഇപ്പോൾ ചാർട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇത് നിഫ്റ്റി 50യുടെ ഒരു ചാർട്ടാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ടാർഗറ്റ് വയ്ക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്നും ആ വച്ചത് കൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ലോസ് വരാനും അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാനും നിങ്ങൾക്ക് സഹായിക്കും. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇത് നിഫ്റ്റി 50യുടെ ഒരു ചാർട്ടാണ്. കണ്ടില്ലേ? ഇവിടെയാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതുന്നത് ഒരു അപ് ട്രെൻഡ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ ട്രേഡ് എടുക്കാറ്. ഇവിടുന്ന് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ലൈനിൽ താഴെ വന്നാലേ അതൊരു ഡൗൺ ട്രെൻഡിലേക്ക് പോകത്തുള്ളൂ. അതായത് നമ്മൾ അപ് ട്രെൻഡ് ആണെന്ന് വെച്ചിട്ട് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നത് എപ്പോഴാണ്? അത് ഡൗൺ ട്രെൻഡ് ആകുമ്പോഴല്ലേ. അപ് ട്രെൻഡ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നതും അല്ലെങ്കിൽ ലോസ് വരുന്നതും അത് ഡൗൺ ട്രെൻഡിലേക്ക് പോകുമ്പോഴല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ട്രെൻഡ് ആണെന്ന് വെച്ചിട്ട് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് ലോസ് വരുന്നത് അത് അപ് ട്രെൻഡ് ആകുമ്പോഴല്ലേ. അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡും അപ് ട്രെൻഡും ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ അത് സൈഡ് വൈസ് വരുമ്പോഴല്ലേ നമുക്ക് ലോസ് വരുന്നത്. സൈഡ് വൈസ് വരുമ്പോൾ ലോസ് വരുന്നത് നമ്മുടെ ഡെൽറ്റ വരുമ്പോഴാണ് അത് ലോസ് വരുന്നത്. അത് ഞാൻ പിന്നെ പറയാം. അതല്ല, ഇപ്പം നമുക്ക് നോക്കുന്നത് ഇതിപ്പോൾ അപ് ട്രെൻഡാണ് ഈ ചാർട്ടിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ലോസ് വരുന്നത് എപ്പോഴാണ്? ഡൗൺ ട്രെൻഡ് വരുമ്പോഴല്ലേ. ഡൗൺ ട്രെൻഡ് വരാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിൽ കണ്ടില്ലേ, ഇതാണ് സ്റ്റാർട്ടിങ് ക്യാൻഡിൽ. നിങ്ങൾക്ക് ടൈം കണ്ടാൽ അറിയാൻ പറ്റും. 9:15 9:15 സ്റ്റാർട്ട് ചെയ്ത ക്യാൻഡിലാണിത്. ഇതിൻ്റെ താഴെ വന്നാലേ ഇതൊരു ഡൗൺ ട്രെൻഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ അപ് ട്രെൻഡിൽ ട്രേഡ് ചെയ്യുന്നവർ സ്റ്റോപ്പ് ലോസ് വയ്ക്കണത് എപ്പോഴും ഈ ഒരു ഭാഗത്തായിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ആയിരിക്കണം. താഴെ വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇവിടെ നിന്ന് ഞാൻ ട്രേഡ് എടുക്കുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കണത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ ട്രേഡ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നിന്നാണെങ്കിലും ട്രേഡ് എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കണത് ഈ ഒരു ഭാഗത്തായിരിക്കും. കാരണം നമുക്ക് ലോസ് വരാൻ ചാൻസ് ഉള്ളത് അപ് ട്രെൻഡിൽ ഡൗൺ ട്രെൻഡ് ആകുമ്പോഴല്ലേ. ഈ ഒരു ലൈനിൻ്റെ താഴെ വരുമ്പോഴാണ് ഇതൊരു ഡൗൺ ട്രെൻഡായിട്ട് നമുക്കത് പരിഗണിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും ഏത് ലൈനിൽ അതായത് ഏത് പോയിന്റിൽ കഴിഞ്ഞാലാണ് അത് ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്നത്, ആ ഡൗൺ ട്രെൻഡ് പോയാലേ നമുക്ക് ലോസ് വരുന്നുള്ളൂ. ആ ലൈനിൽ വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ. അല്ലാതെ നമ്മൾ വെറുതെ ഒരു പൊസിഷനിൽ വെറുതെ ഒരു സ്ഥലത്ത് വന്ന് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെ വച്ചാൽ ചിലപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതിനു ശേഷം വീണ്ടും മാർക്കറ്റ് മേളിൽ കയറും.
അപ്പോൾ നമുക്ക് ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി നമ്മുടെ പൊസിഷൻ പോവുകയും ചെയ്യും, ലോസ് വരികയും ചെയ്യും. നമുക്കതിൽ പ്രോഫിറ്റ് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് ആ മാർക്കറ്റിൽ ആ ഒരു പൊസിഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എപ്പോഴും ഇപ്പോൾ എക്സാമ്പിൾ നോക്കി, ഇവിടെ നിന്ന് ഞാൻ ട്രേഡ് എടുക്കാമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഞാൻ ട്രേഡ് എടുത്തു, ഞാൻ വച്ചിരിക്കുന്നത് ഈ ഒരു ലെവലിലാണ്. കണ്ടില്ലേ, ഇവിടെ നിന്ന് മാർക്കറ്റ് താഴെ വന്നിട്ടിൽ പോലും ഈ ഒരു ലൈൻ്റെ അങ്ങോട്ട് വരോ അതിൻ്റെ താഴത്തേക്ക് വരോ ചെയ്തിട്ടില്ല. അവിടെ തട്ടി പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അതിന് മുന്നേ വേറെ എവിടെയെങ്കിലും സ്റ്റോപ്പ് ലോസ് വച്ചിരുന്നെങ്കിലോ അറ്റ്ലീസ്റ്റ് ഇവിടെ വച്ചിരുന്നെങ്കിലോ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് പിന്നെ അടുത്ത ക്യാൻഡലിൽ നമുക്ക് ആ മാർക്കറ്റ് അപ് ട്രെൻഡ് കാണിച്ചു. അപ്പോൾ നമുക്ക് ഏത് ലെവലിന് താഴെ വന്നതിന് ശേഷമാണോ മാർക്കറ്റ് റിവേഴ്സ് കാണിക്കുന്നത്, മാർക്കറ്റ് റിവേഴ്സ് ആവാൻ കാരണം വരുന്നത്, അവിടെ വേണം സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ. ഇനി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരുപാട് മാർക്കറ്റുകൾ നോക്കിയാൽ അങ്ങനെ കാണാൻ സാധിക്കും. ഇനി ടാർജറ്റ് വരുന്നത് നമുക്ക് ഒരുപാട് സപ്പോർട്ട് ലൈനും റെസിസ്റ്റൻറ്റ് ലൈനും നമുക്ക് കിട്ടും. നമുക്ക് ഒരുപാട് ക്യാൻഡിൽ, നമുക്ക് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് അതിന് നമുക്ക് ഉണ്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് CPR ആണ്. ഞാൻ ഈ CPR വച്ചിട്ടാണ് സപ്പോർട്ട് ലൈനും റെസിസ്റ്റൻറ്റ് ലൈനും ഞാൻ നോക്കാറ്. എപ്പോഴും എൻ്റെ ഒരു ടാർഗറ്റ് ലൈനും ഒരു സ്റ്റോപ്പ് ലോസ് ലൈനും വയ്ക്കാൻ വേണ്ടിയിട്ട് എന്നെ ഈ CPR സഹായിക്കാറുണ്ട്. എൻ്റെ മുന്നേ ഉള്ള വീഡിയോസിൽ കണ്ട ആൾക്കാരാണെന്ന് എനിക്ക് അറിയാൻ പറ്റും ഞാൻ ഈ CPRനെ എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന്. ഇനിയിപ്പോൾ എൻ്റെ ഈ ഒരു ലൈനിൽ നിന്നും ഞാൻ സ്റ്റോപ്പ് ലോസ് കഴിഞ്ഞാലും ഞാൻ സ്റ്റോപ്പ് ലോസ് മാറ്റിയാൽ തന്നെ ഞാൻ എൻ്റെ ഈ CPR ലെവലേ വയ്ക്കാറുള്ളൂ. കണ്ടാൽ അറിയാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇനി ടാർജറ്റ് നമുക്ക് എവിടെ വയ്ക്കാം. ഇതാണ് ഞാൻ വച്ചിരുന്ന ടാർജറ്റ്. ഞാൻ ഈ ടാർജറ്റ് വയ്ക്കാണ്ടായ കാരണം ഇതിന് മുന്നേ ഉള്ള ഞാൻ ടൈം ഫ്രെയിമിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും 5 മിനിറ്റ് ചാർട്ടും 1 അവർ ചാർട്ടുമാണ് ഞാൻ നോക്കാറ്. 1 അവർ ചാർട്ടിൽ ഞാൻ നോക്കിയിട്ട് ട്രെൻഡ് ഇത് കണ്ടില്ലേ, ഞാൻ ഈ ഒരു ട്രെൻഡിൻ്റെ ഏകദേശം ഇവിടെ ആയിരുന്നു ഞാൻ എൻ്റെ ഈ CPRൻ്റെ ഈ ഭാഗത്ത് ഞാൻ എൻ്റെ ഒരു ടാർജറ്റ് ലൈൻ ഞാൻ മാർക്ക് ചെയ്തിരുന്നു. കണ്ടാൽ അറിയാൻ പറ്റും. ഞാൻ ടാർജറ്റ് ലൈൻ മാർക്ക് ചെയ്യുന്നത് എപ്പോഴും ഗ്രീൻ ലൈൻ വെച്ചിട്ടാണ്. ഞാനത് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാൻ എൻ്റെ ടാർജറ്റ് ഞാൻ മാർക്ക് ചെയ്യാറുണ്ട്. ഏകദേശം ഞാൻ എൻ്റെ ഒരു ട്രെൻഡ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യും. നിങ്ങൾക്ക് കണ്ടാൽ സാധിക്കും, ഇതൊക്കെ ഞാൻ വരച്ചിട്ടുള്ള ലൈനാണ്, റെഡും ഗ്രീനും. അപ്പോൾ എനിക്ക് ഇവിടെയാണ് അതേ ദിവസം എനിക്ക് ഒരു ടാർജറ്റിൻ്റെ ഒരു പോയിന്റ് വന്നത്. മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ് ട്രെൻഡ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇവിടം വരെ വരും എന്നുള്ളൊരു ഇവിടെ വയ്ക്കാൻ കാരണം ഈ ഒരു CPR കണ്ടോ, ഈ ഒരു CPR ഒരു നാരോ CPR ആണ്. ഞാൻ ആ ഒരു ലൈനാണ് ഞാൻ ഇവിടെ വച്ചത്. ഈ CPR വരാനുണ്ടായ കാരണം ഇതേപോലുള്ള ട്രെൻഡിൻ്റെ റിവേഴ്സും ഉള്ളത് കൊണ്ടാണ് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു CPRൻ്റെ ഈ ഭാഗത്ത് ഞാനൊരു ഗ്രീൻ ലൈൻ മാർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് ചാർട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ നേരത്തെ മാർക്ക് ചെയ്താൽ ആ കറക്റ്റ് ഗ്രീൻ ലൈനിൻ്റെ അവിടെ മാർക്കറ്റ് വന്ന് തട്ടി അവിടുന്ന് താഴെ പോയി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് തല ഉണ്ടാക്കാനൊന്നും ഇതിൻ്റെ അകത്തില്ല. മാർക്കറ്റ് ഓൾമോസ്റ്റ് മാർക്കറ്റിൻ്റെ അതിൽ അല്ലെങ്കിൽ ക്യാൻഡിലിൻ്റെ ഒരു പാറ്റേൺസ് വരുന്നത് ഇതിന് മുന്നേ ഉള്ള ക്യാൻഡിലോ അല്ലെങ്കിൽ മുന്നേ ഉള്ള മാസത്തിൽ സഞ്ചരിച്ച ക്യാൻഡിലോ അങ്ങനെ ഒരുപാട് ക്യാൻഡിലുകളുടെ പാറ്റേൺ ആയിരിക്കും വീണ്ടും വീണ്ടും വരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം നമുക്കൊരു സപ്പോർട്ട് ലൈനോ റെസിസ്റ്റൻറ്റ് ലൈനോ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കവിടെ ടാർഗറ്റ് ഏകദേശം മാർക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും നമ്മൾ എടുക്കുന്ന ട്രെൻഡിൻ്റെ ഓപ്പോസിറ്റ് ട്രെൻഡ് വരാൻ ഏത് പോയിന്റ് തൊട്ടിട്ടാണ് ഓപ്പോസിറ്റ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പോയിന്റിൽ വേണം നമ്മളെപ്പോഴും സ്റ്റോപ്പ് ലോസ് മാർക്ക് ചെയ്യാനായിട്ട്. ആ ഒരു ലൈൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് തീരാനുണ്ടായ ക്യാൻഡിൽ 3:20, 3:30, 3:30, 3:20 ആ സമയത്താണ് മാർക്കറ്റ് ക്ലോസ് ആവുന്നത്. അന്നേരം വരുന്ന ആ ക്യാൻഡിലും പിറ്റേ ദിവസം വരുന്ന 9:15, 9:15 ക്യാൻഡിലും
നമുക്കൊരു റെസിസ്റ്റന്റ് ലൈനും സപ്പോർട്ട് ലൈനായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. എപ്പോഴും അങ്ങനെയുള്ള ലൈനുകളെല്ലാം നമ്മളൊരു സ്റ്റോപ്പ് ലോസിന് വേണ്ടിയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ചിലപ്പോൾ ഒറ്റ പ്രാവശ്യം കൊണ്ടൊന്നും നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇത് വച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല ഡിസിപ്ലിനായിട്ട് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും.